വചനമൊഴി ജൂലൈ 4. വചനഭാഗം ഗലാത്തി 2:15-18, മർക്കോസിന്റെ സുവിശേഷം 5:21-24, 35-43. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായിറോസ് അവിടെ വന്നു. അവൻ ഈശോയെ കണ്ട് കാൽക്കൽ വീണ് അവനോട് കേണപേക്ഷിച്ചു, എന്റെ ഓമന മകൾ മരിക്കാറായി കിടക്കുന്നു. അവൾ സൗഖ്യം പ്രാപിച്ച് ജീവിക്കാനായി അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വയ്ക്കണമേ. ഈശോ അവന്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിക്കുകയും തിക്കി ഞെരുക്കുകയും ചെയ്തു. ഈശോ സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു. ഗുരുവിനെ ഇനിയും എന്തിന് ബുദ്ധിമുട്ടിക്കുന്നു? ആ വാക്ക് കാര്യമാക്കാതെ ഈശോ സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ബഹളവും വിലാപവും ഉച്ചത്തിലുള്ള അലമുറയും അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് കുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തന്റെ കൂടെയുണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ കുട്ടിയുടെ കൈപിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, തലീഥാക്കും. ഉടനെ ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം ആശ്ചര്യപ്പെട്ടു. ആരും ഈ വിവരം അറിയരുതെന്ന് ഈശോ അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ എന്നും അവൻ പറഞ്ഞു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു സിനഗോഗ് അധികാരി വിശ്വാസപൂർവം ഈശോയുടെ പക്കൽ വരുന്നതാണ് നാം സുവിശേഷത്തിൽ കണ്ടത്. തന്റെ മകൾ രോഗിണിയായിരിക്കുന്നത് കണ്ട് കർത്താവ് വന്ന് കൈകൾ വെച്ചാൽ അവൾ സൗഖ്യം പ്രാപിക്കും എന്ന വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വരികയും കർത്താവിന്റെ പക്കൽ ആ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുകയാണ്. വിശ്വാസത്തിൽ തീക്ഷ്ണമായിട്ട് നിൽക്കുന്ന ആ സിനഗോഗ് അധികാരി മുന്നോട്ട് ചെല്ലുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സംഭവമാണ് വരുന്നത്. താൻ പ്രതീക്ഷിച്ച് കർത്താവിന്റെ കൈവയ്പിലൂടെ സൗഖ്യം പ്രാപിക്കാം എന്ന് പ്രതീക്ഷിച്ചു വന്നത് അതിന് സാധ്യതയില്ലാതെ ആകും വിധം മകൾ മരണത്തിലേക്ക് പോകുകയാണ്. അപ്രകാരം വാർത്ത ലഭിച്ച സിനഗോഗ് അധികാരിയും കൂടെയുള്ളവരും ഇനി കർത്താവിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞ് തന്റെ വിശ്വാസത്തിന്റെ ഒരു കോട്ടം അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഈശോ വീണ്ടും സിനഗോഗ് അധികാരിയോട് പറയുക, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിത യാത്രയില് ചിലപ്പോഴൊക്കെ നമുക്ക് മുൻപിൽ ഉത്തരം മുട്ടുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു വരാം. ആ നിമിഷവും നഷ്ടധൈര്യരാകാതെ, ചഞ്ചലചിത്തരാകാതെ കർത്താവിന്റെ വാക്കിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് ജീവന്റെയും മരണത്തിന്റെയും അധിപനായവനാണ്, അവിടുന്ന് സകലത്തിന്റെ സൃഷ്ടാവാണ്. ആ ബോധ്യത്തോടുകൂടി കർത്താവിന്റെ കൂടെ ആയിരിക്കുവാനും അവിടുത്തെ വിശ്വസിക്കുവാനും നമുക്കും പരിശ്രമിക്കാം. ഈശോ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ്, അവിടുന്ന് വിശ്വസിക്കുക, ബാക്കി അവിടുന്ന് ചെയ്തുകൊള്ളും. നമുക്കും കർത്താവിൽ വിശ്വസിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെയും ജീവിതയാത്രയെയും സമർപ്പിക്കാം. അവിടുന്ന് എല്ലാം അറിയുന്നവനാണ്, അവിടുന്ന് എല്ലാം കാണുന്നവനാണ്. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെയും ജീവിത സാഹചര്യത്തെയും സമർപ്പിച്ചുകൊണ്ട് ചഞ്ചല ചിത്തരാകാതെ വിശ്വാസ ദൃഢതയോടെ
മുന്നോട്ടു പോകുവാൻ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.